പല പല സാഹചര്യങ്ങളിൽ ജീവിതത്തിൽ വല്ലാതെ നമ്മളങ്ങ് ചെറുതായി പോകുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. നമ്മളെ കൊച്ചാക്കിക്കൊണ്ട് തങ്ങളുടെ മേന്മ കാണിക്കാൻ, വലുതാണെന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി പേരുടെ കുത്തുവാക്കുകൾക്കും ആക്ഷേപങ്ങൾക്കും അറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ നമ്മളിങ്ങനെ പോയിൻ്റ് ചെയ്യപ്പെടുന്നുണ്ടാകാം. ഇത് ഇന്നോ നാളെയോ മാറുമെന്ന് വിചാരിച്ചിട്ടും മാറാതെ ജീവിതം ഇങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലും തോറും ഒരു വശത്തുള്ള അവഹേളനങ്ങൾ പലതിൻ്റെ പേരിലും സഹിക്കുന്നവരോടാണ് കർത്താവെന്ന് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പൊന്നു പൈതലേ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം കർത്താവ് കാണുന്നു. ചില സാഹചര്യങ്ങളിൽ ചില ചോദ്യങ്ങളെ നമുക്ക് ഉത്തരങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാത്ത വിധം അത് നമ്മുടെ മനസ്സിനെ തകർക്കും. എൻ്റെ അരികിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു കുടുംബത്തിലെ ഒരു മകള് പറഞ്ഞൊരു കാര്യം, അവളുടെ വിവാഹം നടക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ അവൾ പറഞ്ഞത്, പാസ്റ്റർ, ഇപ്പോൾ എങ്ങും എനിക്ക് പോകാൻ, ഒരു ബന്ധുക്കളുടെയും പൊതുചടങ്ങുകൾക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ഒരു മരണമോ ഒരു കല്യാണമോ ഉണ്ടായാൽ പോലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊഴിയും. കാരണം ആരോടും ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ നടന്നാൽ മതിയോ, ഇവരെയൊക്കെ കെട്ടിപ്പോവുക. ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഉത്തരം നൽകാൻ വയ്യാതെ പതറി നിൽക്കുമ്പോൾ ഞാൻ എന്തോ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് എൻ്റെ വിവാഹം നടക്കാത്തത് എന്നുള്ള നിലയിൽ എന്നെ മറ്റുള്ള പലരും ഒരു കുറവായിട്ട് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ ശരിക്കും അങ്ങ് ഉരുകിത്തീരുകയാണ്. വിദേശത്ത് പോയി MBBS പഠിച്ചിട്ട് നാട്ടിൽ വന്ന് FMG എക്സാം പാസ്സാകാൻ കഴിയാതെ നിൽക്കുന്നൊരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ വേദനിപ്പിക്കുന്നൊരു വാക്കാണ്. വീട്ടിൽ പോലും ഒറ്റപ്പെടൽ അനുഭവിക്കുകയാണ്. മറ്റെന്തെങ്കിലും പഠിക്കാൻ പോകുമെന്ന് പറയുകയാണ്. പക്ഷേ ഞാൻ പഠിക്കാഞ്ഞിട്ടല്ല പാസ്റ്ററെ, ജയിക്കുന്നില്ല, എനിക്കറിയില്ല എന്താണെന്ന്. പ്രിയപ്പെട്ടവർ, ചില വിജയങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിൽ, ജീവിതത്തിലെ കൃത്യസമയത്ത് മറ്റുള്ളവരെ പോലെ നമ്മുടെ ലൈഫിലെ പൊതു കാര്യങ്ങൾ നടക്കാതെ വരുന്നതിൻ്റെ പേരിൽ, ഇച്ചിരി വണ്ണം കൂടുന്നതിൻ്റെ പേരിൽ, ഇച്ചിരി വണ്ണം കുറയുന്നതിൻ്റെ പേരിൽ, അല്പം കറുത്തു പോകുന്നതിൻ്റെ പേരിൽ, ഇനിയൊന്ന് വെളുത്താലോ അതിൻ്റെ പേരിൽ, പല കാരണങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇകഴ്ത്തി കാണിക്കപ്പെടുന്ന ചോദ്യങ്ങൾ, ഇടിച്ചു താഴ്ത്തുന്നവരുടെ ചോദ്യശരങ്ങൾ, അതിൻ്റെ മുമ്പിൽ വളരെ മനസ്സ് തകർന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. കർത്താവിൻ്റെ കൃപ ഇന്ന് നിങ്ങളെയാണ് തൊടുന്നത്. നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം അറിയുന്ന യേശുവിന് ഇന്ന് ഈ വാക്കുകൾ നിങ്ങളോട് സംസാരിക്കാതിരിക്കുക വയ്യ. എവിടെയൊക്കെയോ ദൈവമേ എനിക്കൊരു ഉത്തരം തരണമേ എന്നുള്ള ആ ഒരു ആവലാതിയുടെ മുമ്പിലാണ് കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ പ്രവചനതോതിലേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നലെ രാത്രിയിൽ എന്നെ കാനഡയിൽ നിന്നൊരമ്മ ഫോൺ ചെയ്യുകയുണ്ടായി. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഈ സ്ത്രീയുടെ ഹസ്ബൻഡും മോനും കൂടെ എന്നെ ഓഫീസിൽ വന്ന് കണ്ടു പ്രാർത്ഥിച്ച് അവർ വിദേശത്തേക്ക് പോയതാണ്. അന്നേരം ഈ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുഞ്ഞിന് ജന്മന കുറേയധികം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇവൻ ജനിച്ച സമയത്ത് തന്നെ ഇവനെ തിരിച്ച് കിട്ടത്തില്ല, അല്ലെങ്കിൽ ആരോഗ്യത്തോടെ കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ മെഡിക്കൽ സയൻസ് തന്നെ ഭയങ്കരമായ ഒരു ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഇവൻ എന്ത് രോഗാവസ്ഥയോ വൈകല്യമോ ഉണ്ടെങ്കിലും ആ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന നിലയിൽ ആ അപ്പനും അമ്മയും ഒരു തീരുമാനമെടുത്തു. മാതാപിതാക്കളെ കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താടിക്ക് ഇങ്ങനെ വലിപ്പം വെക്കുന്നൊരു രോഗമുണ്ടായിരുന്നു. ഈ താടിയുടെ എല്ലിങ്ങനെ നീണ്ടുവരികയാണ്. ആ ഒരു അവസ്ഥയെ തുടർന്ന് അവൻ പോകുന്നിടത്തൊക്കെയും അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും അവനെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൂടെ ആ കുഞ്ഞ് കടന്നുപോയി. ഒരു ദിവസം അവൻ കരഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, കാരണം ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും എന്നെ കളിയാക്കുകയാണ്. അങ്ങനെ വിഷമിച്ചും സങ്കടപ്പെട്ടിരിക്കുന്ന ആ കുഞ്ഞിനോട് അന്ന് അമ്മ പറഞ്ഞു, മോനെ, നിന്നെ നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയ്ക്കും ഒരു കുഴപ്പവുമില്ലാതെ അംഗീകരിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം നീ അറിയുക. അവരോട്, നിൻ്റെ കൂട്ടുകാരോട് നീ പറയണം, നിൻ്റെ ടീച്ചേഴ്സിനോട് നീ പറയണം, എൻ്റെ വീട്ടിൽ എന്നെ അംഗീകരിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ എന്നെ കൈക്കൊള്ളുന്നതിൽ യാതൊരു വിധമായ കുഴപ്പങ്ങളുമില്ല. അങ്ങനെ ഈ പൈതൽ അമ്മ പറഞ്ഞ ആ വാക്കിലൊന്ന് അല്പമായിട്ട് ബലപ്പെട്ടു. പിന്നീട് അവൻ +2 കഴിഞ്ഞു, ഡിഗ്രി തലത്തിലേക്കൊക്കെ ഒന്ന് പോയി. അന്നേരം അവനൊരു വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു പ്രശ്നം നേരിടുക. അന്നേരം ഇവൻ ജയിക്കുകയില്ല. അങ്ങനെ ഈ കുഞ്ഞിൻ്റെ വിജയം നടന്നെങ്കിൽ മാത്രമേ അവന് കാനഡയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു അവസ്ഥയിൽ ഈ മാതാവിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പനും മോനും കൂടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അവനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ പൈതലിനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ മനസ്സിനകത്തുള്ള ഒത്തിരി വിഷമങ്ങൾ അന്ന് ആ കുഞ്ഞിനെ വിട്ടുപോയി. അവനോട് കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ വിജയിച്ചിരിക്കും, അന്നേരം നീ ഇന്ന രാജ്യത്ത് ചെല്ലുകയും ചെയ്യും. അന്നേരം ഈ പൈതൽ ഇത് കേട്ടിട്ട് അന്ന് അമ്മയോട് എന്ന് പറഞ്ഞു, അമ്മേ,
പാസ്റ്റർ എന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. എനിക്ക് ഉറപ്പാണ് അമ്മേ, ഞാൻ ജയിക്കും. ദൈവമക്കളെ, ആ പയ്യൻ ജയിച്ചു എന്ന് മാത്രമല്ല, അവർ കാനഡയിൽ എത്തുകയും ചെയ്തു. അമ്മ പറഞ്ഞൊരു വാക്ക് എന്നെ ഒത്തിരി, ഞാനത് ആ ഫോൺ കോൾ കഴിഞ്ഞ് കുറച്ച് നേരം ദൈവസന്നിധിയിൽ ഇങ്ങനെ മാറിയിരുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഇത്രമാത്രം സ്നേഹത്തോടെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിൻ്റെ സ്നേഹത്തെ നമ്മൾ സ്തുതിക്കാതെ പോകുന്നൊരു നന്ദികേടാണ്. നമുക്കല്ല ചെയ്തത്, എന്നാൽ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒരാൾക്ക് കിട്ടുന്ന ഒരു ഉപകാരത്തിന് നമ്മൾ നന്ദി പറയാൻ ബാധ്യസ്ഥനാണല്ലോ. അങ്ങനെ അല്പനേരം മാറിയിരുന്നു. അതിനെന്നെ പ്രേരിപ്പിച്ചൊരു വാക്ക് അമ്മ പറഞ്ഞതാണ്: പാസ്റ്ററെ, ഇവിടെ നാളുകളായിട്ട് വന്ന് എൻ്റെ പൈതലിനേക്കാളും നല്ല നിലയിൽ വിദ്യാഭ്യാസവും കഴിവും മിടുക്കുമൊക്കെയുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ അവർ പലരും PR കിട്ടാതെയും പല വിധത്തിൽ ജോലി കിട്ടാതെയൊക്കെ അലയുക. പക്ഷേ ഇവൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആരുടെ റെക്കമെൻഡേഷനോ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും കൂടാതെ ഇവൻ ചെന്നെടുത്ത് അവന് ജോലി ലഭിച്ചു. നല്ലൊരു നിലയിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തത്തക്ക നിലയിൽ ദൈവം അവനെ ഒരു സ്ഥാനം നൽകി ആദരിച്ചു. ഏറ്റവും കൂടുതൽ ഉലഞ്ഞു പോയവനാ, ഏറ്റവും കൂടുതൽ തളർന്നു പോയവനാ. അവനെ ഇവിടുന്ന് പറഞ്ഞയക്കുമ്പോൾ യേശു അവനോടൊരു ഉറപ്പ് നൽകിയിരുന്നു: നിന്നെ ഞാൻ കൈവിടത്തില്ലെന്ന്. നമ്മൾ എന്തിൻ്റെയൊക്കെ പേരിൽ തളർന്നു പോകുന്നോ, എന്തിൻ്റെയൊക്കെ പേരിൽ നിന്ദിക്കപ്പെടുന്നോ, ആ നിന്ദിക്കപ്പെടുന്നതിൻ്റെയും തളർന്നു പോകുന്നതിൻ്റെ എല്ലാം അപ്പുറത്ത് ദൈവത്തിൻ്റെ മാന്യത അല്പം ശ്രേഷ്ഠമായിട്ട് തന്നെ വെളിപ്പെട്ട് വരും. എൻ്റെ സഭയിലൊരു കുടുംബമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ വിവാഹം ഞാനാണ് നടത്തിയത്. ആ വിവാഹത്തിലേക്ക് ദൈവം അവരെ നയിക്കുമ്പോൾ അന്ന് അവരുടെ കല്യാണം എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ വേണ്ടി തന്നെ കുറേ ആൾക്കാർ ഒരു പരിഹാസത്തിൻ്റെ ചുവയോടുകൂടെ തന്നെ എത്തിയിരുന്നു. പക്ഷേ അവരുടെയൊക്കെ വായടപ്പിക്കുന്ന നിലയിലാണ് ദൈവം ആ വിവാഹത്തെയും ആ ശുശ്രൂഷയും അതിൻ്റെ കാര്യങ്ങളെയും ഭംഗിയാക്കി നടത്തിയത്. അല്പം വൈകി നടന്നൊരു കല്യാണമായിരുന്നു. പക്ഷെ പലരും അവരോട് ചോദിക്കുമായിരുന്നു: കെട്ടുന്നില്ലേ, നീ പോയി ആരെങ്കിലും ഒന്ന് കണ്ടെത്ത്, ഞങ്ങൾ നിനക്ക് വണ്ടിക്കൂലിക്ക് പൈസ തരാം എന്നിങ്ങനെ പോലും ഒരു മനുഷ്യ മനസ്സിനകത്ത് നിഷേധവും നിരാശപ്പെടുത്തുന്നതുമായ വാക്കുകൾ കേട്ട് ആകെ തളർന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ മാന്യതയാൽ അനുഗ്രഹീതമായൊരു ഭാവി തുറക്കപ്പെട്ടത്. നിങ്ങൾ എന്തിനെ ഓർത്ത് ഇന്ന് രാവിലെ കരയുന്നു? എന്തിനെ ഓർത്ത് ഭാരപ്പെടുന്നു? യേശുവിൻ്റെ സ്നേഹം നിങ്ങളോട് പറയുന്നു: പേടിക്കരുത്. നിങ്ങൾ എത്ര ചെറിയവരാണെങ്കിലും ഞാൻ നിങ്ങളെ കൈവിടില്ല. വിശുദ്ധ തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരാലോചന നമുക്കൊന്ന് കേൾക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യമാണ് യേശു പറയുന്നത്: പിതാവോ, ഇവ നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നു. എന്നിട്ട് അടുത്ത വാക്ക് കേൾക്കുക: അവൻ്റെ രാജ്യം അന്വേഷിക്കുവിൻ, അതോടുകൂടെ നിങ്ങൾക്കിത് കിട്ടും. 32-ാമത്തെ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 12:32 ഈ വചനമാണ് കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടു: ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആട്ടിൻപറ്റങ്ങളുള്ള ഒരു പ്രകൃതിയുടെ സംവിധാനത്തിൽ നിരവധിയായ ഇടയന്മാർ തങ്ങളുടെ അസംഖ്യം ആടുകളെയും കൊണ്ട് പാലായനം ചെയ്യുകയും മേയ്പ്പാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രതിദിന കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപരിസരത്തിലാണ് യേശു തൻ്റെ മുമ്പിൽ വന്ന് ജനത്തോട് പറയുന്നത്: വലിയ ആട്ടിൻപറ്റങ്ങളല്ലാത്ത എവിടെയൊക്കെയോ ചെറുതാക്കപ്പെട്ടു പോയ കുഞ്ഞാട്ടിൻകുട്ടികളെ പോലെയുള്ള നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. ചെറിയവരായി പോകുമ്പോൾ പേടി സ്വാഭാവികമാണ്. വലുതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള പേടി, ഇനിയും ഞാൻ ചെറുതാക്കപ്പെടുമോ എന്നുള്ള ഭയം, ഇനിയും ഞാൻ നിന്ന് സഹിക്കേണ്ടി വരുമോ എന്നുള്ളതായ ഭയം. പലവിധ ഭയങ്ങളുടെയും കാരണം അവനവൻ സ്വയം ചെറുതായി പോകുന്നതിനാൽ തന്നെയാണ്. എത്ര കണ്ട് സ്വയം പൊരുതി നിൽക്കാൻ ശ്രമിച്ചാലും ഒരു പരിധി കഴിയുമ്പോൾ മനസ്സങ്ങ് ചൊല്ലിടും: വയ്യ, അവരൊക്കെ എന്തെങ്കിലും പറയട്ടെ, എനിക്കിനി പറ്റത്തില്ല ഇതിനോടൊന്നും പൊരുതാൻ എന്ന നിലയിൽ അങ്ങ് വിട്ടുകൊടുക്കാനും സ്വയം തോറ്റു കൊടുക്കാനും ഒക്കെ തയ്യാറായി പോകുന്ന ഒരു വല്ലാത്ത ജീവിത സാഹചര്യം മനുഷ്യ സഹജമായി നമ്മുടെ എല്ലാവരുടെ ലൈഫിലുണ്ടാകും. പക്ഷേ ഇന്നത്തെ ഈ ദൈവാലോചന നമ്മളോട് എന്താ പറയുന്നത്? ചെറിയ ആട്ടിൻകൂട്ടമായിരിക്കാം നിങ്ങൾ, പക്ഷെ ഭയപ്പെടരുത്. പിതാവുണ്ട് നിങ്ങൾക്ക്. ഈ വചനം അങ്ങനെ പറയുന്നത്. രാജ്യം തരുന്നത് രാജാവാണ്, പക്ഷേ ഇവിടെ യേശു പറയുന്നത് പിതാവാണ് രാജ്യം തരുന്നതെന്നാണ്. രാജാവും പിതാവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ്. രാജാവിൻ്റെ കീഴിലെല്ലാം പ്രജകളാണ്, പിതാവിൻ്റെ കീഴിലെല്ലാം മക്കളാണ്. ആമേൻ. ആട്ടിൻകൂട്ടം എന്ന് പറയുമ്പോൾ ഇടയൻ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. യേശു ഇടയൻ എന്ന വാക്ക് ഉപയോഗിക്കാതെ, രാജാവ് എന്ന വാക്ക് ഉപയോഗിക്കാതെ യേശു അവിടെ ഉപയോഗിച്ചത് ഒരു ബന്ധത്തിൻ്റെ വാക്കാണ്. ആ ബന്ധത്തിൻ്റെ വാക്ക് പിതാവ് എന്ന വാക്കാണ്. ഈ വാക്കാണ് ഇന്ന് നമ്മുടെ ആശ്രയം. ദൈവമക്കളെ, എൻ്റെ വാക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ.
ഇടയനെ സംബന്ധിച്ചിടത്തോളം ഇടയന് തൻ്റെ ആടിനോട് സ്നേഹമുണ്ട്. പക്ഷേ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അവൻ അതിനെ മുതലാക്കും. എങ്ങനെ? ഒന്നെങ്കിൽ അതിനെ രോമം കത്തിരിക്കാൻ കൊടുക്കും, അല്ലെങ്കിൽ അതിനെ മാംസത്തിനായിട്ട് വിൽക്കും, അല്ലെങ്കിൽ അതിനെ ആ പാല് കൊണ്ട് ഉപജീവിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കും. അത് പ്രായാധിക്യത്തിലെത്തുമ്പോൾ അതിനെ പിന്നെ കൊണ്ടു നടക്കാൻ വയ്യ, അതിനെ ഏതെങ്കിലും ആഹാര കാര്യങ്ങൾക്കായിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് എല്ലാ ആട്ടിൻകൂട്ടങ്ങളുടെയും ഒരു പൊതു തത്വം. എന്നാൽ യേശു അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ആ ഇടയൻ എന്നുള്ള വാക്ക് അവിടെ ഒഴിവാക്കുകയാണ്. എന്നാൽ ഇടയൻ എന്ന് പറയുന്ന വാക്ക് തെറ്റാന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇടയൻ എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ കീഴിൽ ആടിന് വേണ്ടതെല്ലാം നൽകുന്നുണ്ട് എങ്കിൽ പോലും എല്ലാ കാലവും നീണ്ടു നിൽക്കുന്നൊരു മഹാബന്ധമായി നമുക്കതിനെ കാണാൻ കഴിയില്ല. രാജാവിൻ്റെ കാര്യവും അതൊരു സ്വാർത്ഥതയിൽ നിറഞ്ഞതാണ്. രാജാവിൻ്റെ കീഴിൽ എല്ലാവരും പ്രജകളാണ്. ആ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്ന നല്ല രാജാവ് ശ്രേഷ്ഠൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ അവസരം കിട്ടുന്നത് ഒരു ഭാഗ്യവുമാണ്. എന്നാൽ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് പിതാവ് എന്ന് പറയുന്ന തലത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ പിന്നെയും മാറി മറിയുകയാണ്. യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ് പഠിപ്പിച്ചത്. രാജാവേ എന്ന് വിളിക്കുവാനോ ഇടയൻ എന്ന് വിളിക്കുവാനോ അല്ല. ഇടയനെന്നും രാജാവെന്നും യജമാനനെന്നും എന്നൊക്കെ പറയുന്നതായ സംജ്ഞകൾ പഴയ നിയമത്തിൻ്റെ ഒത്തിരി ഇടങ്ങളിൽ ദൈവത്തെ വിശേഷിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ജൂതന്മാർ ദൈവത്തെ അഡോനായി എന്നായിരുന്നു വിളിച്ചിരുന്നത്. യജമാനൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ യേശു ഇങ്ങോട്ട് വന്നിട്ട് പഠിപ്പിച്ചത് അപ്പേന്ന് വിളിക്കാനാണ്, അച്ചാന്ന് വിളിക്കാനാണ്, അച്ചാച്ചാന്ന് വിളിക്കാനാണ്, ഡാഡിന്ന് വിളിക്കാനാണ്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ പപ്പായെ വിളിക്കുമോ അതുപോലെ സംബോധന ചെയ്യുമെന്നാണ് പറഞ്ഞത്. കാരണം അതൊരു ബന്ധമാണ്. ആമേൻ. എന്താ ബന്ധത്തിൻ്റെ ആർദ്രത? എല്ലാം കൈവിടപ്പെടുമ്പോഴും ഒരു പിതാവിന് തൻ്റെ പൈതലിനോടൊരു കാരുണ്യമുണ്ട്. ഒരപ്പന് തൻ്റെ കുഞ്ഞിനോട് ഒരു പ്രത്യേകമായ ഹൃദയവാത്സല്യമുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ പിതാവ് നമ്മളെ ഏറ്റവും കൂടുതൽ ലാളിച്ച് സ്നേഹിച്ച സമയം ഏതാണ്? ആ സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ആ പിച്ച വെച്ച് തുടങ്ങിയ സമയം മുതൽ നമ്മൾ ആ ഒരു ബാല്യത്തിൻ്റെ ആ ഒരു തലത്തിൽ തന്നെ തുടർന്ന ഒരു 3.5 വയസ്സിനും ഒരു 6-7 വയസ്സിനും ഇടയിൽ ഒരു പൈതൽ അനുഭവിക്കുന്ന ഒരു സന്തോഷകരമായ കാലഘട്ടമുണ്ട്. സത്യത്തിൽ എനിക്കെപ്പോഴും ദൈവസന്നിധിയിൽ അനുഭവിക്കാൻ കഴിയുന്നത് ആ ഒരു കാലഘട്ടത്തിൻ്റെ ആർദ്രതയാണ്. നിങ്ങളാണെങ്കിലും ഒരു കുഞ്ഞു ഉടുപ്പിട്ടുകൊണ്ട് നിങ്ങളുടെ പിതാവിൻ്റെ കരം പിടിച്ച് നടന്ന ആ ഒരു കുഞ്ഞു കാലം, അപ്പൻ്റെ ചുമലിൽ ഇരുന്ന കാലം, പിതാവിൻ്റെ കരങ്ങളിൽ സന്തോഷിപ്പിക്കപ്പെട്ട കാലം, ഈ ഒരു കാലങ്ങൾ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഇത് പലർക്കും ഓർക്കാൻ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയിട്ടില്ല ദേവദാസനെ, എൻ്റെ ജനനത്തോടെ എൻ്റെ അപ്പ ഇല്ലാതായി പോയൊരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവിനെ ഞാൻ കാണാതെ പോയൊരവസ്ഥയിലായിരുന്നു എന്നൊക്കെ സങ്കടപ്പെടുന്നവരോട് ഞാൻ പറയട്ടെ, ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. നിങ്ങൾ എന്തോ ഹതഭാഗ്യരാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പരിമിതമായ ഉദാഹരണങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലൊരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഞാൻ ഇരയാക്കുകയല്ല. ശ്രദ്ധയോടെ കേട്ടാലും യേശു ഇവിടെ നമുക്ക് നല്ലൊരു അപ്പനെ തന്നിട്ടുണ്ട്, നല്ലൊരു പിതാവിനെയാണ് തന്നിരിക്കുന്നത്. രാജ്യം തരുന്ന പിതാവ്. എന്താ അതിൻ്റെ അർത്ഥം? ആ രാജാവാണ് അപ്പൻ, ആ പിതാവ് ഇടയനാണ്, ആ പിതാവ് സകല സമ്പന്നതയ്ക്കും മതിയായവനായി എല്ലാറ്റിനും മീതെ പരമാധികാരിയായി നിലകൊള്ളുന്ന ആളാണ്. തൻ്റെ മുമ്പിലെ കുഞ്ഞുങ്ങളെ ഒരു ഇടയൻ എങ്ങനെ തൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുമോ, ഒരു രാജാവ് എങ്ങനെ സ്നേഹനിധിയും കരുണാമയനുമായ രാജാവ് എങ്ങനെ തൻ്റെ പ്രജാക്ഷേമത്തിന്മേൽ മനോഭാവങ്ങൾ കാണിക്കുമോ, ഒരു പിതാവ് എങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങളോട് വാത്സല്യം കാണിക്കുമോ, അതുപോലെ ചെറിയവരെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന, ചെറുതായി പോകുന്നതിനെയൊക്കെയും കളയാതെ കൈക്കൊള്ളുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായ ഒരു പിതാവിനെ യേശോപ്പ ഇവിടെ നമുക്ക് തരികയാണ്. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ ചെറുതായി പോകുമ്പോൾ നിങ്ങൾ എന്തിനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? കർത്താവേ, എനിക്ക് ആ വിജയം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ എൻ്റെ വിവാഹം ഒന്ന് നടന്നിരുന്നെങ്കിൽ, ദൈവമേ എനിക്കൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ, ദൈവമേ വാടകയുടെ ഗതികേടൊന്ന് മാറിയിരുന്നെങ്കിൽ, ഇല്ലാതെ പോകുന്ന എനിക്ക് പലതും ഇല്ലാതെ പോകുന്നതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കുന്ന നാണക്കേടൊന്നും മാറിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒത്തിരി അവഹേളനങ്ങളുടെ, ഒത്തിരി നിന്ദകളുടെ നടുവിലാണ് ഈ വചനം നമ്മളോട് പറയുന്നത്. സ്നേഹനിധിയായ പിതാവ് രാജ്യം തന്നെ തരികയാണ്. ദൈവം തൻ്റെ രാജ്യം നിങ്ങൾക്ക് തരുന്നു. ഇസ്രായേൽ അടിമകളായിരുന്നൊരു കാലത്ത് ദൈവം അവരോട് പറഞ്ഞു, ഞാൻ പുതിയൊരു ദേശം നിങ്ങൾക്ക് തരാം. ആ ദേശത്തിന് വേണ്ടിയാണ് അവർ കടൽ കടന്ന് യുദ്ധങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവ് ഇവിടെ ഒരു രാഷ്ട്രം നമുക്ക് തരുന്നു. അത് നഷ്ടപ്പെട്ടു പോകുന്ന
മിസൈലുകളാലോ റോക്കറ്റുകളാലോ യുദ്ധം നടത്തപ്പെടുന്നൊരു രാജ്യമല്ല. പിതാവ് നമുക്ക് നൽകുന്നത് തൻ്റെ സ്നേഹസമ്പന്നമായ ബന്ധത്തിൽ അധിഷ്ഠിതമായ പുതിയൊരു ജീവിത അവസ്ഥ തന്നെയാണ്. ദൈവം അവിടെ നമുക്ക് പിതാവായി മാറുകയാണ്. കർത്താവ് നമുക്ക് നമ്മുടെ അപ്പയായി, യേശു നമുക്ക് നമ്മുടെ അമ്മയായി, നമ്മുടെ ഏറ്റവും നല്ല സഹോദരനായി, ആത്മമിത്രമായി, നല്ല ഇടയനായി, നല്ല രാജാവായി, നല്ല അധ്യാപകനായിട്ടെല്ലാം മാറുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മീതെ, നമ്മുടെ ലൈഫിൻ്റെ ഒപ്പം എന്തെല്ലാം റോളുകൾ സമയോചിതമായി ഏറ്റെടുക്കണമോ ആ ക്രമങ്ങളെല്ലാം ഫില്ല് ചെയ്യുന്ന ഒരു മഹാഹൃദയ വിശാലതയുടെ ആളായിട്ട് തന്നെയാണ് കർത്താവ് ഇവിടെ നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അത് കേവലം ഒരു നാട് കിട്ടിയിട്ട് ആ നാട്ടിൽ ഞാൻ പോയി എങ്ങനെയോ നരകിച്ച് ജീവിക്കുന്നതല്ല. എൻ്റെ ജീവിതത്തെ ദൈവം തൻ്റെ ഭവനത്തിലാക്കി തീർക്കുകയാണ്. അവിടെ നമുക്ക് കർത്താവിനോടുകൂടെ ആഹ്ലാദിപ്പാൻ, സന്തോഷിപ്പാൻ, സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമുക്കൊരു പുതിയ ഭാഗ്യാവസ്ഥയും ജീവിതാവസ്ഥയും ഒരുക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതീതമായിട്ട് തന്നെയാണ് ദൈവം നമ്മുടെ കാര്യങ്ങളെ നടത്തുന്നത്. നമ്മളുടെ വിശുദ്ധിക്കും നമ്മളുടെ വിശ്വാസത്തിനും അതീതമായിട്ട് തന്നെയാണ് ദൈവം നമ്മളെ വിശ്വസിക്കുന്നതും നമ്മളോട് ദൈവം തൻ്റെ ഹൃദയത്തിൻ്റെ ഇടപെടൽ നൽകുന്നതും. ഇതൊരു ഭയങ്കര ഭാഗ്യമാണ്. അതുകൊണ്ട് രാജ്യം തരും, ചെറിയവർക്ക് രാജ്യം തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എന്തിൻ്റെ പേരിൽ നീ ചെറുതായോ ആ ചെറുതാക്കപ്പെട്ട കാര്യത്തിൽ ദൈവം നിന്നെ വലുതാക്കും. ഏറ്റവും ശ്രേഷ്ഠമായത് നിങ്ങളുടെ മേൽ വരാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങൾ കുഞ്ഞായി കാണപ്പെട്ടതിൽ ദൈവം നിങ്ങളെ ഒരു മല പോലെ, പർവ്വതം പോലെ വലുതാക്കി തീർക്കും. കടുകുമണിയെക്കുറിച്ച് ദൈവവചനം ഇങ്ങനെ പറയുന്നു, കടുകുമണി എല്ലാ സസ്യങ്ങളുടെ വിത്തുകളിലും ഏറ്റവും ചെറുതാണ്, പക്ഷേ ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. ആ കടുക് വളർന്നു ചെടിയായി തീരേണ്ട കടുക് വലിയ മരമായി തീർന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ രാജ്യം ഏറ്റവും ചെറുതിനെ ഏറ്റവും വലുതാക്കുന്നതാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരിൽ ഏറ്റവും തകർന്നവൻ ഞാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഏറ്റവും ഉളഞ്ഞവൻ ഞാനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഏറ്റവും കൂടുതൽ നാണക്കെട്ടയാൾ ഞാനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ദൂത് നിങ്ങളുടേതാണ്. നിങ്ങളുടെ പേരിൽ എഴുതി ഒപ്പിട്ട് തരുന്ന ഒരു ചെക്ക് പോലെയാണിത്. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കുന്നു. ഞാൻ നിന്നെ, നീ ഏതിൽ അവഹേളിക്കപ്പെടുന്നു, ഏതിൽ നീ ചെറുതാക്കപ്പെടുന്നു, അതിൽ നിന്നെ വലുതാക്കുമെന്നുള്ള ഉറപ്പ് തരുന്നു. സന്തോഷമായോ? യേശു കൈവിടില്ല, അവിടുന്ന് കൂടെയുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ, ഒരുപാട് സമാധാനത്തോടെ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ ആഗ്രഹവും കൃപയും നൽകുന്ന അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ വരുന്ന കർത്താവേ, എൻ്റെ വാക്കുകൾ ഇത്രയും നേരവും കേട്ട് അങ്ങയിൽ സമാധാനം പ്രാപിച്ച അങ്ങയുടെ പൊന്നുമക്കളെ എല്ലാവരെയും യേശോപ്പായെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. പിതാവിൻ്റെയും കർത്താവായ യേശുവിൻ്റെയും സ്നേഹനിധിയായ പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുന്നു. സാമ്പത്തിക വഴികളിൽ നിന്ന് തുറന്നു വരട്ടെ. വലിയ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ള വാർത്ത ഇന്ന് നിങ്ങൾ കേൾക്കും. എന്നോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇന്ന് നൽകപ്പെടും. നിങ്ങളുടെ ഹൃദയം ഇന്ന് സന്തോഷിക്കാൻ പോകുന്നത് പരിധിയില്ലാത്ത വിധമായിരിക്കും. ഒരു വലിയ പ്രശ്നത്തിന് ദൈവം ഒരു സമൂലമായ ആശ്വാസം പെട്ടെന്നൊരുക്കുന്ന കാഴ്ച ഇന്ന് നിങ്ങൾ കാണും. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം അത് ഇവർക്കായി ചെയ്തു കൊടുക്കിയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവിടുത്തെ ഭാരങ്ങൾ, നിന്ദകൾ, പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഉത്തരം കർത്താവ് നൽകുമെന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ ഇവിടുത്തെ ഈ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മുടെ ആത്മാവ് ദൈവത്തോടു കൂടെ ആയിരിക്കേണ്ടതായ ഒരു നിത്യമായ സന്തോഷാവസ്ഥയും കൂടെയാണ് ദൈവവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ബൈബിൾ അതിനെ നിത്യജീവൻ എന്നാണ് വിളിക്കുന്നത്. നിത്യജീവൻ്റെ ഏക വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. എങ്ങനെയാണ് ഈ നിത്യജീവൻ കരസ്ഥമാക്കാൻ കഴിയുന്നത്? ഇവിടെ എന്തെല്ലാം ഭാഗ്യങ്ങൾ, സന്തോഷങ്ങൾ നമുക്കുണ്ടായാലും ഈ നമ്മുടെ ലൈഫിന് ശേഷം ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും, അല്ലേ? ഇതിനപ്പുറത്ത് നമുക്ക് കർത്താവിൻ്റെ കൂടെ സുരക്ഷിതമായി നമ്മുടെ ആത്മാവിനെ, നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെ നമുക്ക് തുടരേണ്ടതായിട്ടുണ്ട്. ആ വലിയ സമ്മാനം നമുക്ക് തരാനാണ് യേശു ഇവിടേക്ക് വന്നത്. ആ സന്തോഷത്തിൻ്റെ പേരാണ് നിത്യജീവൻ. ദൈവം നമ്മളെ സ്നേഹിച്ച് നമുക്ക് നൽകുന്ന ഈ സമൃദ്ധമായ ജീവൻ കരഗതമാക്കാൻ നമ്മൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. എൻ്റെ പേർക്കാണ് യേശു മരിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കണം. യേശു എൻ്റെ പാപങ്ങളുടെ പേരിൽ ക്രൂശിതനായി എൻ്റെ ശാപങ്ങൾക്കും എൻ്റെ രോഗങ്ങൾക്കും പരിഹാരം അവിടുന്നൊരുക്കി. എന്നെ അലട്ടുന്ന ഏത് ശത്രുപീഡയിൽ നിന്നും കർത്താവിൻ്റെ സ്നേഹത്താൽ എനിക്ക് വിടുതൽ കിട്ടിയിരിക്കുന്നു. യേശുവിനെ സ്വന്തം വാഗുകൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വന്തം നാക്കുകൊണ്ട് അങ്ങ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എൻ്റെ യജമാനനും എൻ്റെ അപ്പനുമാണ് എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് യേശുവുമായുള്ള ആ ബന്ധം ദൈവത്തിൻ്റെ ക്രൈറ്റീരിയയ്ക്കൊത്ത വിധം ക്ലിയർ ആകുകയാണ്. പിന്നെ ഓരോ ദിവസവും മുന്നോട്ട് ജീവിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന
ഏറ്റവും വലിയ ഇൻസ്ട്രക്ഷൻ ദൈവത്തിൻ്റെ ഈ വചനമാണ്. ഇതെല്ലാ ദിവസവും വായിക്കണം. ഇതുപോലെയുള്ള ശുശ്രൂഷകൾ നിങ്ങളെ ബലപ്പെടുത്തും. ഇത് കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ ഈ കർത്താവിനെ ആരാധിക്കുന്ന മറ്റു മനുഷ്യരുമായിട്ട് സഹകരിക്കണം. അവർ കൂട്ടായ്മയ്ക്ക് പോകുന്ന ഇടങ്ങളിൽ നിങ്ങളും പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് പോകണം. നിങ്ങളുടെ ജീവിതം യേശുവിനോട് കൂടെ നിങ്ങൾ ആഘോഷകരമാക്കി തീർക്കണം. കർത്താവായ യേശുവിൻ്റെ ക്രൂശിലാണ് ഏറ്റവും വലിയ ദൈവിക കരുതൽ ഒരുക്കപ്പെട്ടത്. അവിടെ നമ്മുടെ ലൈഫിന് വേണ്ടതെല്ലാം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കർത്താവിലേക്ക് നോക്കുക. ലോകത്തൊരു ഇടയനും ആടിനു വേണ്ടി മരിക്കില്ല. പക്ഷേ യേശു എന്ന നല്ല ഇടയൻ ശ്രേഷ്ഠനാകുന്നത് അങ്ങനെയാണ്. ഇടയന് വേണ്ടി ആടുകളാണ് ഇത്രയും കാലം ജീവൻ കൊടുത്തതെങ്കിൽ, ഇടയൻ്റെ താല്പര്യാർത്ഥം ഓരോ ആടുകളും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശു എന്ന നല്ല ഇടയൻ മാത്രം വ്യത്യസ്തനാകുന്നത് അവിടെയാണ്. യേശു ഒരാടിനെ പോലും കൊലയ്ക്ക് കൊടുക്കാതെ തൻ്റെ ആട്ടിൻ പറ്റത്തിന് വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനാണ്. അങ്ങനെ യേശു എല്ലാവരുടെയും മുമ്പിൽ അതുല്യനായി നിൽക്കുന്നു. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമാകുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൂടുതലായിട്ട് ഞാൻ കൈത്താങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻ്റെ ശുശ്രൂഷ വേണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എൻ്റെ സഭയിലേക്കാണ് ക്ഷണിക്കുന്നത്. എല്ലാവരുടെയും കാര്യം നമുക്ക് എപ്പോഴും നോക്കാൻ പറ്റില്ല. പക്ഷേ സഭയ്ക്കകത്ത് കാലുകുത്തുന്നൊരു വ്യക്തി, ദൈവം അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നവരായി, ദൈവത്താൽ അവർക്ക് വേണ്ടി ഞാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ളൊരു വിശ്വാസമാണ് എന്നെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സഭയിലൊരു വ്യക്തി അംഗമാകുമ്പോൾ, എൻ്റെ ചർച്ചിലേക്ക് ഒരാൾ വരുമ്പോൾ, ആ വ്യക്തിയെ എല്ലാ അർത്ഥത്തിലും കൈത്താങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്, വരിക. അനുഗ്രഹീതമായൊരു സഭ കോട്ടയത്ത് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിൽ നിന്നും പോലീസ് പരേഡ് ഗ്രൗണ്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള മന്നാകുളത്തിൽ ബിൽഡിംഗ്, അഥവാ MK ടവർ എന്ന് പറയുന്ന ആ ബിൽഡിങ്ങിൻ്റെ 7ാം നിലയിലാണ് നമ്മുടെ ആരാധന ഇപ്പോൾ നടക്കുന്നത്. ഈ സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നിങ്ങൾ വന്നാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൽ ദൈവം എനിക്ക് നൽകിയ കൃപകൾക്കൊത്തവിധം ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാം. നിങ്ങൾ വരിക. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ ഞാൻ ചെയ്യുന്നൊരു മിനിസ്ട്രി ആയിട്ട് തീരരുത്. നിങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമാകണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ദിവസവും പ്രവചന ദൂതിൻ്റെ പുതിയ അധ്യായങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. യേശുവപ്പച്ചൻ നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.